കൂടാതെ നമ്മുടെ ഈ വർഷത്തെ IBPS RRB ക്ലർക്കിൻ്റെയും POയുടെയും അഡ്വർടൈസ്മെൻറ്റ് നമ്മുടെ IBPS സൈറ്റിൽ വന്നിട്ടുണ്ട്. ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല. അത് നാളെ കഴിഞ്ഞിട്ട് വരുമായിരിക്കും. ഓക്കെ, നമുക്ക് ഇന്നത്തെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും നോക്കാം. അപ്പോൾ ഇതിൽ മെയിനായിട്ടും ഡേറ്റ് വന്നിരിക്കുന്നത് നമുക്ക് മേളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ IBPS RRB ക്ലർക്കിൻ്റെയും POയുടെയും എക്സാമുകൾ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളായിട്ട് നടത്തും. പിന്നെ ഇൻ്റർവ്യൂ നവംബറിൽ. താഴെ ഡേറ്റുകൾ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. നോക്കി, നമുക്ക് അപ്ലൈ ചെയ്യുന്ന ഡേറ്റ് 2022 ജൂൺ 7 തൊട്ട് 2022 ജൂൺ 27 വരെ. ഇതിപ്പോൾ 6 അല്ലേ, നാളെ 7, നാളെ തൊട്ട് 20 ദിവസം കൊണ്ട് അപ്ലൈ ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾ ദിവസം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നോക്കിയിരിക്കരുത്. നിങ്ങൾ ആദ്യം തന്നെ കയറി അപ്ലൈ ചെയ്യും. അല്ലെങ്കിൽ ആദ്യം തന്നെ അപ്ലൈ ചെയ്തിട്ട് ഫീസ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അടച്ചാലും മതി. താഴെ പ്രീ എക്സാം ട്രെയിനിങ്ങിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട്, അതവിടെ നിൽക്കട്ടെ. ഇനി പ്രീ എക്സാം എന്താണെന്ന് നോക്കി. പ്രീ എക്സാം ഓഗസ്റ്റിൽ. ഓക്കെ, എന്നാണെന്ന് തന്നിട്ടില്ല, ഓഗസ്റ്റിലാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഓഗസ്റ്റ് 1 തീയതിയാണെന്ന് വിചാരിക്കാം. ഓക്കെ, അവിടെ നിൽക്കട്ടെ. ഇനി പ്രീ എക്സാമിൻ്റെ റിസൾട്ട് സെപ്റ്റംബറിൽ വരും. ഓക്കെ, മെയിൻ എക്സാം സെപ്റ്റംബർ, ഒക്ടോബർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കൊടുത്തേക്കുന്നുണ്ട്. ചിലപ്പോൾ സെപ്റ്റംബറിൽ തന്നെ മെയിൻ എക്സാം കാണും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒക്ടോബറിലായിരിക്കും. കഴിഞ്ഞ വർഷം, അതായത് 2021 നമ്മുടെ പ്രിലിംസുകളെല്ലാം ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കും സെക്കൻഡ് വീക്കൊക്കെ ആയിട്ടാണ് തോന്നുന്നു നടന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ IBPS RRB ക്ലർക്കിൻ്റെ പ്രിലിംസിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് മെയിൻസിൻ്റെ എക്സാമിന് ഏകദേശം ഒരു 30 ദിവസം അടുത്ത്, അല്ലെങ്കിൽ 30 ദിവസത്തിൽ കൂടുതൽ ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഓക്കെ, POടെ ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ, അതായത് പ്രീ എക്സാം കഴിഞ്ഞ് മെയിൻ എക്സാമിന് ഒരു മാസത്തോളം ഉണ്ടെങ്കിൽ സെപ്റ്റംബറിന് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഒക്ടോബറിൽ എക്സാം കാണത്തുള്ളൂ. കഴിഞ്ഞ IBPS ക്ലർക്കിൻ്റെ മെയിൻസ് ഒക്ടോബർ 15 എങ്ങാണ്ടായിരുന്നു. ഒക്ടോബർ പകുതി ആയപ്പോഴായിരുന്നു മെയിൻ എക്സാം. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഇതുപോലെ തന്നെ പോകുന്നെങ്കിൽ മെയിൻ എക്സാം ഒക്ടോബറിൽ പ്രതീക്ഷിച്ചാൽ മതി. പക്ഷേ കഴിഞ്ഞ വർഷം കോവിഡിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഇത്തവണ കോവിഡിൻ്റെ അത്ര പ്രശ്നമില്ല. അതുകൊണ്ട് എക്സാം എന്തായാലും ഇതിനേക്കാളും നേരത്തെ നടക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ മാക്സിമം എക്സാം നേരത്തെ വരുമെന്ന് പ്രതീക്ഷിച്ചിട്ട് വേണം നമ്മൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാനായിട്ട്. അപ്പോൾ നമുക്കിനി എക്സാമുകൾക്ക് എത്ര ദിവസം ഉണ്ടെന്നൊന്ന് റഫായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇന്നിപ്പോൾ ജൂൺ 6 ആയില്ലേ, ജൂൺ 6, നാളെ ജൂൺ 7. ഓക്കെ, പ്രീ എക്സാം പറഞ്ഞേക്കുന്നത് ഓഗസ്റ്റിലല്ലേ. ഓഗസ്റ്റ് 1 തീയതിയാണ് പ്രീ എക്സാം വിചാരിക്കുക. ഓഗസ്റ്റ് 1 തീയതി പ്രീ എക്സാം. അങ്ങനെയാണെങ്കിൽ ഇന്ന് തൊട്ട് എത്ര ദിവസമുണ്ട്? ജൂൺ 30 ദിവസമുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ 6 ആയില്ലേ, നാളെ തൊട്ട് നോക്കുകയാണെങ്കിൽ 24 ദിവസം. ഇനി അത് കഴിഞ്ഞിട്ട് ജൂലൈ ഉണ്ട്. ജൂലൈ 31 ദിവസമുണ്ട്. അപ്പോൾ രണ്ടും കൂടെ കൂട്ടിങ്കിൽ എത്ര കിട്ടും? 55 ദിവസം കിട്ടും. അതായത് നാളെ തൊട്ട്, അല്ലെങ്കിൽ ഇന്ന് തൊട്ട് 55 ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ പ്രീ എക്സാം. മെയിൻ എക്സാമോ? മെയിൻ എക്സാം എന്തായാലും കഴിഞ്ഞ വർഷത്തേക്കാളും നേരത്തെ നടക്കുന്നതൊക്കെ പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ നല്ല എഴുതിയേക്കുന്നത്, നമുക്ക് സെപ്റ്റംബർ 15 എടുക്കാം. സെപ്റ്റംബർ 15. സെപ്റ്റംബർ 15 തീയതിയാണ് നമ്മുടെ മെയിൻ എക്സാം എങ്കിൽ നോക്കി. പ്രീ എക്സാം ഓഗസ്റ്റ് 1 തീയതിയാണെന്ന് വിചാരിച്ചാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഓഗസ്റ്റ് കഴിഞ്ഞിട്ട് ഓഗസ്റ്റ് എത്ര ദിവസമുണ്ട്? 31 ദിവസമുണ്ട്. പിന്നെ സെപ്റ്റംബർ 15. അപ്പോൾ 31, 15 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 46 ദിവസം. ഓക്കെ, അതായത് റഫായിട്ട് നോക്കുകയാണെങ്കിൽ ഇന്ന് തൊട്ട് പ്രീ എക്സാം വരെ 55 ദിവസമുണ്ട്. പ്രീ എക്സാം കഴിഞ്ഞിട്ട് മെയിൻ എക്സാം വരെ 46 ദിവസമുണ്ട്. അപ്പോൾ രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 90, 11, 101. അപ്പോൾ ഇന്ന് തൊട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് മെയിൻ എക്സാം വരെ മിനിമം 101 ദിവസം ഉണ്ടാവും. അപ്പോൾ എക്സാമിന് ഇനി ഇത്ര ദിവസങ്ങളേ ഉള്ളൂ എന്ന് മനസ്സിൽ കണ്ടിട്ട് വേണം നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാനായിട്ട്. ഓക്കെ, നിങ്ങൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ വേദന തുടങ്ങുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് അർജൻറ്റായിട്ട് നിങ്ങളടുത്ത് പറയാനുണ്ടായിരുന്നത്. ഇനി നമ്മുടെ എക്സാമിനൊക്കെ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നൊക്കെ നമ്മളിതിന് മുമ്പേ സെർച്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും മേളത്തെ ഐ ബട്ടണിലൊക്കെ ഇട്ടേക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം.